നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ മദീനയിൽ, ഇത് മക്കയിലാണ് ഇതേ ആയത്ത് ഇറങ്ങിയത്, സൂറത്ത് യാസീൻ ഇറങ്ങിയത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മദീനയിൽ ഈ ആയത്ത് ഓതി. ഇത് മദീനയിലും അവതരിപ്പിച്ചു എന്ന രീതിയിലാണ് ഹദീസിൻ്റെ പ്രയോഗം. ഒരു മക്കയിൽ ഇറങ്ങിയത് തന്നെ വീണ്ടും മദീനയിലും അതിനൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവതരിപ്പിക്കാം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ഓതിയിട്ടുണ്ട്. അതെവിടെയാണ് ഓതിയത്? അത് ബനൂ സലമ ഗോത്രക്കാരുടെ വിഷയത്തിലാണ്. ബനൂ സലമ മദീനയിൽ ഒരു പ്രസിദ്ധ ഗോത്രമാണ്. അവർ അൻസാരികളാണ്, ഖസ്റജികളാണ്. എവിടെ ഈ ബനൂ സലമക്കാരുള്ളത്? മസ്ജിദുൽ ഖിബ്ലത്തൈൻ ഉണ്ടല്ലോ, ഇന്ന് മസ്ജിദുൽ ഖിബ്ലത്തൈനി, രണ്ട് മസ്ജിദുൽ ഖിബ്ലത്തൈനി, മസ്ജിദുൽ ഖരീബ എന്ന് പറഞ്ഞ രണ്ട് പള്ളികളുണ്ട്. ആ പള്ളികൾ അവിടെയാണ് ഈ ബനൂ സലമ ഗോത്രക്കാർ പാർത്തിയിരുന്നത്. അപ്പോൾ എത്ര മദീന സന്ദർശിച്ചവർക്കറിയാം, മസ്ജിദുൻ നബവിയിൽ നിന്ന് നമ്മൾ ആദ്യം ജബൽ സലാവിലേക്ക് വരും. ജബൽ സലാവിൻ്റെ ചെരുവിലാണ് ഈ ഖന്തക്കിൻ്റെ കിടങ്ങിൻ്റെ അവിടെ ചരിത്രമുള്ളത്. ജബൽ സലാവിൻ്റെ പുറത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നത് ഖന്തക്കിൻ്റെ സമയത്ത്. പിന്നെ അവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് വരണം. എവിടേക്ക്? ഈ പടിഞ്ഞാറിലേക്ക് വരണം. എന്നിട്ടാണ് ആരുള്ളത്? മസ്ജിദുൽ ഖിബ്ലത്തൈനുള്ളത്. മസ്ജിദുൽ ഖിബ്ലത്തൈൻ, ഈ മസ്ജിദുൽ ഖിബ്ലത്തൈൻ്റെ ഭാഗത്തായിരുന്നു ബനൂ സലമ ഗോത്രക്കാരുണ്ടായിരുന്നത്. വളരെ പ്രസിദ്ധമായ ഒരു ഗോത്രമാണ് ബനൂ സലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഗോത്രക്കാരെ സന്ദർശിക്കാറുണ്ട്. ഒരിക്കൽ അനസ് പറയാണ്, അസർ നിസ്കാര ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് അവിടെ ഗോത്രത്തിൽ ചെന്ന് അവിടെ അസർ നിസ്കരിച്ചു. എന്നിട്ട് മടങ്ങാൻ നേരത്ത് പറഞ്ഞു, റസൂലേ നിങ്ങൾ വന്നപ്പോൾ ഞങ്ങളൊരു ഒട്ടകത്തെ ഇറക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ അതിന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അറിവിൽ പങ്കെടുത്തു. എന്നിട്ട് പിന്നെ ആ ഒട്ടകത്തെ അറുത്ത് അവർ ആ മാംസം പാകം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു എന്നൊക്കെ കാണാൻ സാധിക്കും. ഈ ബനൂ സലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹു ഇവരിലാണ്, ബനൂ സലമ ഗോത്രക്കാരാണ് ജാബിർ റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരോട് ചോദിക്കുന്നുണ്ട്, ജാബിർ ഉദ്ദേശിക്കുന്ന ഹദീസിൽ, മൻ സയ്യിദുക്കും, നിങ്ങളുടെ നേതാവ് ആരാണ് ചോദിക്കേണ്ടത് ഈ ബനൂ സലമയോട്. അപ്പോൾ പറയുന്നത് ഞങ്ങളുടെ നേതാവ് അൽ ജിദ് ബിൻ ഖൈസാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അല അന്നുബഖിലുഹു, മൂപ്പര ഭയങ്കര പിഷ്കനാണ്. ജിദ് ബിൻ ഖൈസ് ഭയങ്കര പിഷ്കനാണ്, എന്നാലും ഞങ്ങളെ നേതാവ് അയാളാണ്, ഞങ്ങൾ അയാളെ നേതാവാക്കി എന്ന് പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു പിഷ്കൻ ഒരിക്കലും നേതാവാകാൻ പറ്റില്ല. പിഷ്കൻ ഒരിക്കലും നേതാവാകാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ നേതാവ് അംർ ബിനുൽ ജമൂഹാണ് എന്ന് പറയുന്നുണ്ട്. അംർ ബിനുൽ ജമൂഹാണ് എന്ന് പറയുന്നുണ്ട്. അയ്യു ദാഇൻ അദ്വാ മിനൽ ബുഖ്ൽ, പിശുക്കിനേക്കാൾ വലിയ രോഗം എന്താണ്? പിശുക്കിനേക്കാൾ വലിയ രോഗം എന്താണ്? അതുകൊണ്ട് സയ്യിദുക്കും അംർ ബിനുൽ ജമൂഹ്, നിങ്ങളുടെ നേതാവ് അംർ ബിനുൽ ജമൂഹാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ജിദ് ബിൻ ഖൈസിനെ മാറ്റി ആ സ്ഥാനത്ത് ആരെയാക്കി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംർ ബിനുൽ ജമൂഹിനെ ആക്കി, നേതാവാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്കൊരു പ്രശ്നം കണ്ടത് എന്താണ്? പിശുക്കാണ് എന്നുള്ളതാണ്. പിശുക്കാണെന്ന് വിചാരിച്ചിട്ട് അയാൾ ഇസ്ലാമെന്ന് പുറത്തുകൊണ്ട വിഷയമൊന്നുമില്ല കേട്ടോ. അത് ജിദ് ബിൻ ഖൈസിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, നിഫാഖുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ. എന്തായാലും ആളുകൾ ഒരേപോലെയല്ല, ചിലർ ഔദാര്യന്മാരായിരിക്കും, ചിലർക്ക് എന്തുണ്ടാവും, ഈ ഒരു ലുബ്ധത ഉണ്ടാവും, ചില പ്രകൃതങ്ങളാണത്. ഈ അബുൽ അസ്വദ് ദുഅലി എത്ര വലിയ വ്യാകരണ പണ്ഡിതനാണ്, ഭാഷാ പണ്ഡിതനാണ്, ഭയങ്കര വിജ്ഞാന കുതിയാണ് ഭാഷയിൽ, വ്യാകരണത്തിലൊക്കെ അബുൽ അസ്വദ് ദുഅലി. പക്ഷേ അദ്ദേഹത്തിനൊരു കുറവുണ്ടായിരുന്നു. അദ്ദേഹം ആരാണ്? അയാൾക്ക് ബുഖിലുണ്ടായിരുന്നു, പിശുക്ക്. ആ പിശുക്കിലാണ് നമ്മൾ മൂപ്പര ഒരു തുഫൈലി എന്ന് പറഞ്ഞെങ്കിൽ ഒരു എല്ലാം കയറി ഇടപെടുന്നൊരു വിവേകം കുറഞ്ഞൊരു വ്യക്തി. മൂപ്പര് ഭക്ഷണം കഴിക്കുമ്പോൾ ചെന്നൊരു കഥ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ ഉണർത്തിയിട്ടുണ്ട്. ഒരു അബുൽ അസ്വദ് ദുഅലി ഭക്ഷണം കഴിക്കുകയാണ്, ആർക്കും ഒന്നും കൊടുക്കൂല. മൂപ്പര് മുന്നിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ മൂപ്പര് ഒറ്റൊരു കാച്ചലാണ്. അപ്പോൾ ഒരുത്തൻ വന്ന്, അപ്പോൾ ഈ ഭക്ഷണം കണ്ടപ്പോൾ അയാൾക്ക് അതിൽ കൂടണം. അബുൽ അസ്വദ് വിളിക്കും വേണം, പക്ഷേ അദ്ദേഹം വിളിക്കൂല. അബുൽ അസ്വദ് ദുഅലി ഒരിക്കലും അനക്കൂല. അപ്പോൾ ഈ ചങ്ങാതി എങ്ങനെയെങ്കിലും ഇതിലൊന്ന് കൂടണം. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞു നോക്കുകയാണ്. അപ്പോൾ പറയണ, നിങ്ങളെ പെരണ്ടയിലാണ് ഞാൻ വരുന്നത്, ഞങ്ങളെ ഭാര്യനെ കണ്ടു എന്ന് പറയാണ് അബുൽ അസ്വദ് ദുഅലിനോട്. അപ്പോൾ എൻ്റെ വഴിയിലല്ലേ അവിടെ എൻ്റെ പേര്, അതുകൊണ്ട് എൻ്റെ ഭാര്യനെ കണ്ടു. അല്ല, നിങ്ങളെ ഭാര്യ ഗർഭിണിയായിരുന്നു എന്ന്. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഭാര്യനെ കുറിച്ച് എനിക്കല്ല കൂടുതൽ അറിയാം, അവൾ ഗർഭിണിയാണെന്നുള്ളത് എനിക്കറിയാം. ഇയാളിതൊക്കെ പറയണത് എന്തിനാണ്? എന്താ ഇവിടെ നിന്നിട്ട് എൻ്റെ പെട്ട് നിന്ന് തിന്നാൽ നമുക്ക് ഒന്നിച്ച് മുണ്ടി പറയാന്നുള്ളത് പറയാനാണ്. പക്ഷേ അബുൽ അസ്വദ് ദുഅലി ഒരിക്കലും വിളിക്കൂല മൂപ്പര്. ആ മൂപ്പര് പറയണത്, നിങ്ങളെ ഭാര്യ 2 കുട്ടികളെ ഗർഭം ചുമന്നിട്ടുണ്ട്, 2 കുട്ടികളെ പ്രസവിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ അബുൽ അസ്വദ് ദുഅലി പറയാം, അത് ഓളെ അമ്മയും അങ്ങനെ തന്നെയായിരുന്നു, അതും 2 കുട്ടികളെ പ്രസവിച്ചിട്ടുണ്ട്, ആ പാരമ്പര്യമാണെന്ന് പറയാം.
അവരെയാണ് ആ രണ്ടിലൊരു കുട്ടി മരിച്ച്, ഇയാൾ 2 കുട്ടികളിൽ ഒരാൾ മരിച്ചിരിക്കണം, നിങ്ങളെ 2 കുട്ടികളിൽ ഒരു കുട്ടി മരിച്ച്. അതാ ഉമ്മാനെ സഹായിക്കാനാണ്, കാരണം 2 കുട്ടികളുണ്ടെങ്കിൽ ഉമ്മാക്ക് നോക്കാൻ പ്രയാസമല്ലേ. അത് പറയണ മറ്റേ കുട്ടി മരിച്ചു കയറാണ് ഇയാൾ. അവരുടെ മറ്റേ കുട്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ അത് സഹോദരനോടുള്ള ആ ഒരു ഇത് കാരണത്താലാണ്. ഒരു സഹോദരൻ മരിച്ചപ്പോൾ മറ്റേതിന് അതിന് താങ്ങാനാവായിട്ട് മരിച്ചതാണ് എന്നൊക്കെ പറയാണ്. എങ്ങനെയായാലും ഇയാൾ വിളിക്കണില്ല. അവസാനം അദ്ദേഹം പറഞ്ഞ് നന്നെയും കൂടി ഭക്ഷണത്തിലേക്ക് വിളിക്കുന്നു. അപ്പോൾ പോയി ചിലക്കാതെ പോകാൻ പറഞ്ഞ് വിളിച്ചില്ലതാണ് ബുഖിൽ. ചിലപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും. പക്ഷേ അതെന്തെല്ലാം ഒരു നേതാവിനെ സംബന്ധിച്ചോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സമ്മതിച്ചിട്ടില്ല. ഈ ബനു സലമ ഗോത്രക്കാരുടെ നേതാവായിരുന്നു ജിദ്ദ് ബിൻ ഖൈസ്. പക്ഷേ അദ്ദേഹം ബഖീലായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് അത് ഇവിടെ അംർ ബിൻ ജമൂഹനെ നിശ്ചയിച്ചു എന്നുള്ളതാണ്. ഏതാണ് ഈ ബനു സലമ ഗോത്രം? ഞാൻ അവരെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ കുറിച്ച് പറഞ്ഞില്ലേ, ഇത് ഹമ്മത്ത് ത്വായിഫതാനി മിൻകും അൻ തഫ്ശല വല്ലാഹു വലിയ്യുഹുമാ എന്ന് പറഞ്ഞ സൂറത്ത് ആലി ഇമ്രാനിൽ. ഇത് ഹമ്മത്ത് ത്വായിഫതാനി മിൻകും അൻ തഫ്ശല, നിങ്ങളിൽ 2 ഗ്രൂപ്പുകൾ പരാജിതരായി മടങ്ങാൻ ഭാവിച്ച സന്ദർഭം. വല്ലാഹു വലിയ്യുഹുമാ, അള്ളാഹു ആകുന്നു ആ 2 കൂട്ടരുടെയും വലിയ എന്ന് പറയുന്നുണ്ട്. അതെന്താ? അത് ഈ ബനു സലമയെക്കുറിച്ചും ബനു ഹാരിസയെക്കുറിച്ചാണ് പറഞ്ഞത്. ബനു സലമ അൻസാരികളിൽ ഖസ്റജുകളിൽ പ്രസിദ്ധ ഗോത്രമാണ്. ബനു ഹാരിസ അൻസാരികളിൽ ഔസ് ഗോത്രത്തിലെ പ്രസിദ്ധരായ കൂട്ടരാണ്. ഇവർ 2 പേരും മടങ്ങി പരാജയമേൽക്കാൻ തീരുമാനിച്ചു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വലിയായി മാറിയെന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താ വിഷയം? ആ വിഷയം ഉഹദിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസികളായിട്ട് പോകുമ്പോൾ 1000-ഓളം ആളുകളാണ്. അപ്പോൾ ഉഹദിലേക്ക് പോകുമ്പോൾ കപട വിശ്വാസികൾ ഇടങ്കോലിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലും കൂട്ടർ പറഞ്ഞ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുട്ടികളുടെ അഭിപ്രായമാണ് മുഖവിലക്കെടുത്തത്, നമ്മൾ വലിയവരുടെ അഭിപ്രായം മുഖവിലക്കെടുത്തില്ല, മദീനയിൽ നിന്നാൽ മതിയായിരുന്നു, ഉഹദിലേക്ക് പുറപ്പെടേണ്ട എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ മുഹമ്മദ് എന്ത് ചെയ്തു? സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലേക്ക് പുറപ്പെടുകയാണ് ചെയ്തത്. ആ കുറച്ച് ആളുകൾ അവരിൽ എന്ത് ചെയ്ത്? ഈ കപട വിശ്വാസി വസ്വാസം ഉണ്ടാക്കി. അങ്ങനെ 300 ആളുകളെയും കൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ വഴിയിൽ വെച്ച് മടങ്ങി. 3000 ആളുകളാണ് അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ശത്രുക്കൾ വന്ന് നിൽക്കുന്നത് ഉഹുദിൻ്റെ മാറിൽ. അവിടേക്ക് റസൂൽ 1000-ഓളം ആളുകളായിട്ടാണ് പോണത്. അതിൽ നിന്ന് 300 പേരെയും കൊണ്ട് ആരും മടങ്ങി? അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ മടങ്ങി. ഇനി എത്രയുള്ളത്? 700 പേരാണ്. ഈ 700 പേരിൽ വലിയൊരു അളവാരാണ്? ബനു സലമയും ബനു ഹാരിസയുമാണ്. അവരും അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിനോടൊപ്പം മടങ്ങാൻ ഉദ്ദേശിച്ച്, അവരും കൂടി മടങ്ങാൻ ഉദ്ദേശിച്ച്. ഈ ബനു ഹാരിസയും ബനു സലമയും ഓരോ കൂടി മടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ആളുണ്ടാവില്ല, വളരെ കുറച്ച് ആളെ ഉണ്ടാവുള്ളൂ. അതാണ് പറയുന്നത്. പക്ഷെ അവർ മടങ്ങാൻ ഉദ്ദേശിച്ചെങ്കിലും പിന്നെ അവരെന്ത് ചെയ്ത്? മടങ്ങിയില്ല, നബിയോടൊപ്പം ഉഹുദിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇത് ഹമ്മത്ത് ത്വായിഫതാനി മിൻകും അൻ തഫ്ശല വല്ലാഹു വലിയ്യുഹുമാ. അല്ല, ജാബിർ റളിയല്ലാഹു തആല പറയുന്നത് ഞങ്ങളുടെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. അത് അവരെ ആദ്യം പ്രശംസിച്ചിട്ടല്ല വരുന്നത്. ഇത് ഹമ്മത്ത് ത്വായിഫതാനി മിൻകും അൻ തഫ്ശല എന്നുള്ളത് പ്രശംസല്ല. പക്ഷേ വല്ലാഹു വലിയ്യുഹുമാ എന്നുള്ളത് എന്താണ്? അവർക്കുള്ള പ്രശംസയാണ്. അതുകൊണ്ട് ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ആ വല്ലാഹു വലിയ്യുഹുമാ എന്ന അനുബന്ധം വന്നതോട് കൂടിയിട്ട് ഞങ്ങൾക്ക് ആശ്വാസമായി, സന്തോഷമായി എന്ന് പറയണ്ടായി. ഏതായാലും ഈ ബനു സലമ ഗോത്രം അവർ മദീനയിൽ, ഇപ്പോൾ നമുക്കറിയില്ല, ഇന്നത്തെ മസ്ജിദുൽ ഖിബ്ലത്തിന്റെ ഭാഗത്തായിരുന്നു പാർത്തിയിരുന്നത്. അവർ മദീനത്തെ പള്ളിയിലേക്ക് വരണമെങ്കിൽ എത്ര ദൂരമുണ്ട്? മാത്രമല്ല അവരുടെയും മദീനത്തെ പള്ളിൻ്റെ ഇടയിൽ വലിയൊരു വാദിയുണ്ട്, താഴ്വാരമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ നിസ്കാരത്തിനും അവർക്ക് മസ്ജിദ് നബവിയിലേക്ക് വരിക എന്നുള്ളത് ശ്രമകരമായി, പ്രയാസകരമായി. അങ്ങനെയാണ് അവരെന്ത് ചെയ്ത്? മസ്ജിദ് നബവിയുടെ അടുത്തേക്ക് താമസം മാറാൻ തീരുമാനിച്ചത്. അവർ മസ്ജിദ് നബവിയുടെ അടുക്കിലേക്ക് താമസം മാറാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചപ്പോൾ അങ്ങനെ താമസം മാറിയിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? മദീനയുടെ ഈ ഓര പ്രദേശങ്ങൾ ജനവാസത്തിൽ നിന്ന് മുക്തമാകും. അങ്ങനെ തന്നെ മദീന ശൂന്യമായിട്ട് കിടക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ ഈ തീരുമാനം എടുത്തപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവിടെ അവതരിപ്പിച്ചിട്ട് അവരെ കേൾപ്പിച്ചത്. രണ്ടാമതും ഈ ആയത്ത് ഇറങ്ങിയിട്ട് ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വ നക്തുബു മാ ഖദ്ദമു വ ആസാറഹും, ഈ ആയത്ത് ഇറങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അവരോട് ചോദിച്ചു, പിന്നെ ബനു സലമ ഗോത്രമേ, നിങ്ങളുടെ ആസാറുകൾ എഴുതപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നില്ലേ? അതുകൊണ്ട് പിന്നെ ദിയാറക്കും തുക്തബു ആസാറുക്കും, നിങ്ങൾ നിങ്ങളുടെ ബനു സലമ ഗോത്രത്തിൽ അവിടെ തന്നെ താമസിക്കുക, നിങ്ങളുടെ ഭവനങ്ങളിൽ തന്നെ താമസിക്കുക. തുക്തബു ആസാറുക്കും, നിങ്ങളുടെ കാൽവെപ്പുകൾ അത് നിങ്ങൾക്ക് പുണ്യമായി എഴുതപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതിയിട്ട് അവരെ കേൾപ്പിച്ചപ്പോൾ അവർ പറയാണ്, ഞങ്ങൾക്ക് വലിയ സന്തോഷമായി, ഇങ്ങോട്ട് മദീനയിലേക്ക് മാറി താമസിക്കുക എന്നുള്ള ആ ഒരു ആശയം
അതിനേക്കാൾ ഞങ്ങൾക്ക് വലിയ ആശ്വാസവും സന്തോഷമായി എന്ന് ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ സന്ദർഭപ്രകാരം നക്തും മാ ഖദ്ദമു വ ആസാറഹു എന്ന് പറഞ്ഞാൽ ആസാറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിസ്കാരത്തിലേക്കുള്ള മസ്ജിദ് നബവിയിലേക്കുള്ള അവരുടെ കാൽവെപ്പുകളാണ്. ആ ഉദ്ദേശം ഈ ആയത്തിനുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ഉദ്ദേശമുണ്ട്. ഈ ആസാറുകൾ എഴുതപ്പെടുക എന്നുള്ളത്, ആസാറുകൾ എഴുതപ്പെടുക എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ പള്ളിയിലേക്ക് നടക്കുമ്പോൾ മസ്ജിദിലേക്ക് പോകുമ്പോൾ നമ്മളുടെ കാൽവെപ്പുകളാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവത്തിൽ തന്നെ കാണാം, ഇന്നലകും ബികുല്ലി ഖുത്വത്തിൻ ദറജ. ഈ ബനു സലമക്കാരോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് ഓരോ ഖുത്വക്കും കാൽവെപ്പിനും ഓരോ ദറജ പദവികളുണ്ട് എന്ന് പറയണ്ടായി എന്നാണ്. ഉബയ്യ് റളിയല്ലാഹു തആല അൻഹു ഒരു സഹാബിനെ കുറിച്ച് പറയാണ്. ഉബയ്യ് ഇബ്നു കഅബ് പറയാണ്, ഒരു വ്യക്തി, അയാളായിരുന്നു മസ്ജിദ് നബവിയിൽ നിന്ന് ഏറ്റവും ദൂരത്ത് മദീനയിൽ പാർത്തിരുന്നത്. മസ്ജിദ് നബവിയിൽ നിന്ന് മദീനയിൽ ഏറ്റവും അക്സൽ മദീനയിൽ പാർത്തിരുന്ന ഒരു വ്യക്തി. അപ്പോൾ ഉബയ്യ് എന്നിട്ട് അത് പറയണേ, അദ്ദേഹം ഒരു നിസ്കാരത്തിലും പള്ളിയിലെത്താതെ ഇരുന്നിട്ടില്ല എന്നാണ്. ഒരു നിസ്കാരത്തിലും പള്ളിയിലെത്താതെ ഇരുന്നിരുന്നു ആ വ്യക്തി. പറയുമ്പോൾ അയാളുടെ വീട് മദീനയിൽ നിന്ന് ഏറ്റവും അകത്ത്, മസ്ജിദ് നബവിയിൽ നിന്ന് ഏറ്റവും ദൂരത്താണ് മദീനയിൽ. അപ്പോൾ ഉബയ്യ് അയാളോട് പറഞ്ഞ്, ലൗ ഇശ്തറൈത ഹിമാറൻ, നിങ്ങളൊരു കഴുതയെ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അക്രമക്കുമുള്ള, നിങ്ങൾക്ക് നിങ്ങളുടെ ബൽമയിലും റംവായിലും, ബൽമ എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ, ഇശക്ക് വരുമ്പോൾ, ഫജറിന് വരുമ്പോൾ, അതേപോലെ തന്നെ റംവായിൽ എന്ന് പറഞ്ഞാൽ ഉച്ച സമയത്ത് ചൂടിൽ ഒക്കെ നിങ്ങൾക്കൊരാശ്വാസമാകും. പിന്നെ മാത്രമല്ല, നിങ്ങൾ കുഴിയിൽ വീഴാതിരിക്കാൻ, അതേപോലെ തന്നെ ഹവാമുൽ അർദ്, ഭൂമിയിലെ ഇഴജന്തുക്കൾ നിങ്ങൾ ദ്രോഹിക്കാതിരിക്കാനൊക്കെ ഒരു കഴുത ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ കഴുതപ്പുറത്ത് വരലാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തി പറയാണ്, ഞാൻ ഒരു വാഹനം വാങ്ങിയിട്ട് അതിന്മേൽ വരുന്നതിലേറെ എനിക്കിഷ്ടം നടന്നു വരലാണ്. എന്നിട്ട് എൻ്റെ മംശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ നടത്തം, അതിൽ ഓരോ കാൽവെപ്പുകളും എനിക്ക് അനുകൂലമായി പുണ്യമായി എഴുതപ്പെടുന്നതാണ് എനിക്കിഷ്ടം എന്ന് അദ്ദേഹം പറയാണ്. ഒരു വാഹനം ഉണ്ടാകുന്നത് എനിക്ക് ഇഷ്ടകരമല്ല എന്ന് പറയാണ്. അപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് പറയാണ്, അത് കേട്ടപ്പോൾ എനിക്ക് അയാളോട് ഭയങ്കര ഒരു ദേഷ്യമായി, വിഷമായി. കാരണം അയാൾക്കൊരു ഗുണകാംക്ഷ എന്നുള്ളവർക്ക് പറഞ്ഞതാണ്, ഒരു കഴുതനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇരുട്ടത്തും ചൂടത്തും അതേപോലെ തന്നെ ഉപദ്രവം ഏൽക്കാതിരിക്കാനൊക്കെ, കുഴിയിൽ വീഴാതിരിക്കാനൊക്കെ നല്ലതാണ് എന്നുള്ളത് ഒരു ഉപദേശത്തിൽ പറഞ്ഞതാണ്, ഗുണകാംക്ഷയിൽ പറഞ്ഞതാണ്. പക്ഷെ അയാളത് വിലക്കെടുത്തില്ല, ഇങ്ങനെയാണ് പറഞ്ഞത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്നിട്ട് ഉബയ്യ് ഇത് പറഞ്ഞു, റസൂലേ അങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ വിളിച്ച് എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പറയാൻ എന്താ നിങ്ങൾക്ക് പ്രേരകമായത്? ഒരു വാഹനം വേണ്ട ഇങ്ങനെ പറയാം. പറഞ്ഞു, റസൂലേ എൻ്റെ ഓരോ കാൽവെപ്പിനും എനിക്ക് കൂലിയല്ലേ, ആ കൂലി ഞാൻ കാക്ഷിക്കണത്, അതുകൊണ്ടാണ് പറഞ്ഞത്, അത് മാത്രം. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞത്, നിങ്ങൾ എന്ത് നീയത്ത് ചെയ്തോ നിങ്ങൾക്കതുണ്ട്. നിങ്ങൾക്ക് ഓരോ ഖുത്വക്കും ഓരോ ദറജയുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ കാൽവെപ്പിനും കൂലിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ അതിൽ ശ്ലാഘിക്കുകയുണ്ടായി എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ ഈ സന്ദർഭോചിതമായിട്ട് ഞാനത് ഉണർത്തിയത് മാത്രം. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുമു മാ ഖദ്ദമു വആസാറഹും.